അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ മനസ്സിൽ ഒരുപാട് മുറാദുകൾ, ഒരുപാട് ഹാജാത്തുകളുണ്ട്. അതുപോലെ പരീക്ഷണങ്ങളേറ്റവരുണ്ട്. അവർക്ക് രക്ഷ കിട്ടാൻ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ, ജീവിതം സംശുദ്ധമാകാൻ, ഇങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾ നിറവേറാനുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെ നമ്മുടെ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഇടയിലുള്ള ഒരു തുലന വസ്തുവായിട്ടാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹു പടച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, ചിലപ്പോൾ നമുക്ക് സങ്കടപ്പെടാനുള്ളതായ വകയുണ്ടാകും. നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത ആ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ത് പരീക്ഷണം വന്നാലും ക്ഷമയോടെ കാത്തിരിക്കുക. അതിലൂടെ വലിയ വിജയം നമുക്ക് നേടാൻ ഉണ്ട്. രക്ഷ നൽകുന്ന ഒരുപാട് സൊല്യൂഷനുകൾ, പരിഹാരങ്ങൾ ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നാം പതിവാക്കേണ്ട, നിത്യജീവിതത്തിൽ നമുക്ക് കുറേയേറെ ചൊല്ലാൻ കഴിയുമെങ്കിൽ, ചുരുങ്ങിയതൊരു1000 തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു 40 തവണ നാം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഏൽക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പരിഹാരമുണ്ടാകും. വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുക്തി നേടാൻ, രക്ഷ നേടാൻ ഈ പറയുന്ന സ്വലാത്ത് ഒരു കാരണമാകും. ആ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ മുൻജിയ എന്നാണ്, രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്. ദിനം പ്രതി നാം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക കാവലും രക്ഷയും സംരക്ഷണവും നമുക്ക് ലഭിക്കും. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തുൽ മുൻജിയ. എല്ലാവരും പതിവാക്കുക. നമ്മുടെ മങ്കൂസ് മൗലിദ് പോലെയുള്ള മൗലിദുകളുടെ അവസാനത്തിൽ ആ സ്വലാത്ത് കൊടുത്തിട്ടുണ്ട്. ആ ദുആഇൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ദുആ എല്ലാവരും കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഞാൻ ചൊല്ലുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ലി ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുطهിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ ഇൻദക അഅല ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാത്തി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ഈ സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. നമ്മളെല്ലാവരും നിത്യമായി പതിവാക്കുക. അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് രക്ഷ കിട്ടണമെന്ന പ്രതീക്ഷയോടെ ആത്മാർത്ഥമായി ചൊല്ലുക. അള്ളാഹു ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവർക്ക് വലിയ വിജയവും അവൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. നാം എല്ലാവരും ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷവും അഭിവൃദ്ധിയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.